ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുഖത്തൊരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണെന്ന്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കും കിട്ടാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണമെന്ന് കൂടി ഞാൻ ഇതിനിടയിൽ അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഗെയ്സ്, ഇവിടെ ഈദിന് കുറച്ച് ദിവസത്തെ അവധി ഉണ്ടായത് എല്ലാവർക്കും അറിയാലോ അല്ലേ? ആ അവധി എനിക്കും ഉപകാരപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങളിൽ ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. എന്നാൽ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയാകുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും പോകുന്നത് മാറ്റി വയ്ക്കേണ്ടെന്ന് കരുതി യാത്ര തിരിച്ചു. ഈ പോകുന്ന യാത്രയൊന്നും വീഡിയോ ഇടാതിരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ട്രാഫിക്കും സിഗ്നലും ഈ യാത്രയിൽ ഇല്ല എന്നത് തന്നെയാണ്. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറിന് ശേഷം ആ സ്വപ്നഭൂമി അല്ലെങ്കിൽ സ്വർഗ്ഗഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. എവിടെയാണെന്നറിയണ്ടേ? അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ടെമ്പിൾ. വിചാരിച്ചിരുന്ന പോലെ തന്നെ നല്ല തിരക്ക് ദൂരെ നിന്നേ കാണാമായിരുന്നു. കൂടെ നല്ല ലോങ് ആയി തന്നെ ആൾക്കാരുടെ ക്യൂവും. ഇവിടെ സന്ദർശനത്തിന് രജിസ്ട്രേഷൻ മസ്റ്റാണ് ഗൈസ്. അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ക്യൂ കണ്ടപ്പോൾ തന്നെ തളർന്ന്. പിന്നെ വണ്ടിയിലിരുന്ന് തന്നെ ഫോൺ വഴി രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കേണ്ടി വരില്ല എന്ന് വെറുതെ അങ്ങ് വിചാരിച്ചു. പക്ഷേ ആ വിചാരം തെറ്റായിരുന്നു ഗൈസ്. രജിസ്റ്റർ ചെയ്തവരുടെ ക്യൂ ആയിരുന്നു അത്. അങ്ങനെ ആ ക്യൂവിൽ കയറി വളരെ വേഗത്തിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവ ദിവസം തൊഴുവാൻ പോകുന്ന അതേ ഫീലായിരുന്നു. വഴിയിൽ അവിടെ വെള്ളമൊക്കെ കൊടുക്കും. അത്രയും ചൂടാണ് ഗൈസ്, സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അകത്ത് കയറിയാൽ ചെക്കിംഗ് ഏരിയ ആണ്. അവിടെ ഫോട്ടോ വീഡിയോ നോട്ട് അലൗഡാണ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഹോ, എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ? ഒരിക്കലെങ്കിലും അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ മനസ്സിലാകൂ അവിടെ എന്താണ് എന്ന്. ഇനി ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ബാബ്സ് എന്നാൽ എന്താണ്, പൂർണ്ണ രൂപം, ഇവിടുത്തെ പ്രത്യേകത എന്താണ് എന്നൊക്കെ. എന്നാലും സ്പീഡിൽ ഞാനെന്ന് പറയട്ടെ. ബാബ്സ് എന്നാൽ അതൊരു ആത്മീയ സാംസ്കാരിക ഹിന്ദു സംഘടനയാണ്. ഇനി ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്, അല്ലാതെ എനിക്കറിയില്ല. ബോച്ചാസൻ വാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സൻസ്ഥ എന്നാണ് ഫുൾ ഫോം ബാബ്സിൻ്റെ. ഇനി എന്തുകൊണ്ട് നമ്മളവിടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. അവിടെ ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവർക്കും വരാം. എല്ലാവരും തുല്യരാണ്. പിന്നെ 27 ഏക്കറിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. അത് ഇവിടുത്തെ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫ്രീ ആയിട്ട് വിട്ട് നൽകിയതുമാണ് എന്നൊക്കെ ആണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ എല്ലാം കിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടുത്തെ അകത്തെയും പുറത്തെയും ചുമരുകൾ കണ്ടാൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഗൈസ്. നോക്കി നിന്നു പോകും. ഓരോ സംസ്കാരങ്ങളുടെ കഥയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അതുപോലെ ഇരുമ്പ് ഒട്ടും തന്നെ ഇല്ലാതെ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലുകൾ, ഇറ്റാലിയൻ മാർബിളുകളും മാത്രമാണ് ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. കൈകൊണ്ട് കൊത്തിയെടുത്താണ് ഫുൾ ശില്പങ്ങളും പണി തീർത്തിട്ടുള്ളതെന്നും അതിനുവേണ്ടി 2000 ശില്പികളായിരുന്നു ഉണ്ടായിരുന്നതെന്നും പറയുന്നു. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠകൾ എന്താണെന്ന് വെച്ചാൽ ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ, അങ്ങനെ അവരൊരു ഫാമിലി തന്നെയുണ്ട്. അതുപോലെ രാമ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, അവരും ഒരു ഫാമിലിയായി തന്നെയുണ്ട്. പിന്നെ നമ്മുടെ രാധാകൃഷ്ണന്മാർ, പിന്നെ സ്വാമിനാരായൺ, അക്ഷർ പുരുഷോത്തം, പത്മാവതി വെങ്കടേശ്വരൻ, ജഗന്നാഥൻ, പിന്നെ നമ്മുടെ അയ്യപ്പ സ്വാമിയും. ഇത്രയും പേരാണ് അവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ഇതൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട്. പറഞ്ഞ് തുടങ്ങിയാൽ അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടു പോകും. ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇടവിട്ടുള്ള സമയങ്ങളിൽ ദീപം കത്തിച്ച് നടത്തുന്ന ഗംഗാ ആരതി ചടങ്ങുകൾ. അതൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടുത്തെ. മുമ്പ് ഞാൻ വന്നപ്പോൾ ഞാൻ ആ ഒരു ദീപം തെളിയിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എത്ര കണ്ടാലും മതിവരാതെ ശില്പങ്ങളിലൂടെ കഥകൾ കൊത്തിവെച്ചിരിക്കുന്ന ലോകമഹാ അത്ഭുതങ്ങളാണ് ഗൈസ് ഇവിടെ. നമ്മൾ അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നത് തന്നെ നമ്മളറിയില്ല. മുൻപ് ഒരു 2 വർഷം മുമ്പ് എൻ്റെ അമ്മയും അച്ഛനെയും മക്കളെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ അന്ന് ഇവിടെ കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. പക്ഷേ ഇനി എന്തെങ്കിലും ഞാൻ അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കൊണ്ടുവരുന്ന ഇവിടെ ആയിരിക്കും. ഒരിക്കലും മിസ്സായി പോവാതിരിക്കാം. പിന്നെ ഇതാണ് ഈ ഗംഗാ ആരതി എന്ന് പറഞ്ഞാൽ അതിന് ഒരു നല്ല ഒരു സോങ്ങും ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് ആ സമയത്ത് അവിടെ നിന്നാൽ മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അത്ഭുതങ്ങളുടെ കാഴ്ചകളിലൂടെ ഞാൻ നടന്ന്
കണ്ടിട്ടും മതി വരാതെ തിരിച്ചിറങ്ങി. കാരണം 8 മണിവരെയാണ് അവിടുത്തെ സമയം. പക്ഷേ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായതുകൊണ്ടും തന്നെ ആ സമയം കുറച്ചുകൂടിയൊക്കെ നീട്ടി എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന ആ ഒരു തിരക്കിലാണ് ഞാനും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് സാധിച്ചാൽ വന്ന് സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഗൈസ് ഇവിടെ. എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ തോന്നാതെ വീണ്ടും ഞാൻ അങ്ങോട്ടൊക്കെ തന്നെ നടന്നു നീങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഞാൻ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിനിടയിൽ ഞാനുണ്ട് ഗൈസ്, എന്നെ കാണുന്നുണ്ടോ? നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ച് നടന്ന് നീങ്ങി. എൻ്റെ മുഖം കണ്ടാൽ അറിയാം എനിക്ക് നല്ല നിരാശയായിരുന്നു. താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, ബാത്റൂമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഒരു മണിയൊക്കെ അടിച്ച്, അത് മണി അടിച്ച് എല്ലാവരും അങ്ങോട്ട് കയറുമ്പോഴാണ് അടിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴാണ് അടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും വരാമെന്ന വിശ്വാസത്തോടെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തുടക്കക്കാരി എന്നോണം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട, എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണമെന്ന് വീണ്ടും പറയുന്നു.